ഇഷ്ടമായി സിനിമ. നല്ല സിനിമ, നല്ലൊരു സിനിമയാണ്. അതായത് നമ്മളെ എന്താ പറയുക, എന്നെയൊക്കെ നോക്കിയിട്ടുള്ള എൻ്റെ അമ്മൂമ്മയൊക്കെയാണ്. അപ്പോൾ അവരായ കാലത്ത് നമ്മൾ ഒത്തിരി സ്നേഹിച്ചിട്ട് നിൽക്കേണ്ട വയസ്സാം കാലത്ത് അവർക്ക് എന്താ പറയുക, നമ്മൾ തിരിച്ചൊന്നും കൊടുക്കാത്തൊരു സ്ഥലം തോന്നാറുണ്ട് എനിക്ക്. അപ്പം എന്നെ ആ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കാലത്ത് ഭയങ്കര സംഭവങ്ങളായിരിക്കും, പക്ഷേ ഒരു കാലം കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ക്ഷീണവും വയ്യായികളൊക്കെ വരും. പക്ഷെ അന്നൊന്നും ജീവിതം തീർന്നു എന്ന് വിചാരിച്ചിരിക്കാതെ ജീവിതം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു മെസ്സേജ് ഉദ്ദേശിച്ചു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇനിയും ജീവിക്കണം എന്ന് തോന്നുന്ന ഒരു തോന്നണം, അല്ലാതെ വെറുതെ നമ്മൾ അയ്യോ ചത്തെന്ന് പറഞ്ഞിരിക്കരുത്. അതാണ് ആഗ്രഹപ്പെട്ടത്. എനിക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ ഞാൻ സിനിമക്കൊന്നും പോകാറില്ല. ഇങ്ങനെ എൻ്റെ സഹപാഠികളെല്ലാവരും വിളിച്ച്, അപ്പോൾ എനിക്ക് വയ്യ പോകാൻ, എന്നാൽ നിങ്ങളുടെ സഹായം കൊണ്ട് പോരാ, അപ്പോൾ അവർ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കണ്ട് വളരെ സന്തോഷമായി. എനിക്കിതിനൊരു അഭിപ്രായം പറയാനുള്ളത് വെച്ചാൽ, ചെറുപ്രായത്തിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ അത് മുത്തശ്ശിയാകുന്ന സമയം വരെ ആഗ്രഹങ്ങളുള്ളിൽ കിടക്കുമ്പോഴേക്കും നമ്മളുടെ പേരക്കുട്ടികൾ ഒരു ആപത്തിലേക്ക് പോകാതിരിക്കരുതെന്നുള്ള ഒരു ശുഷ്കാന്തിയായിട്ടാണ് മുത്തശ്ശി കാണിച്ചത് എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. നല്ലൊരു സിനിമയാണ്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പടം കണ്ട് എല്ലാവരും മുഖത്തൊരു പുഞ്ചിരി വരിക, എല്ലാവർക്കും ഒരു എന്താ പറയുക പ്രതീക്ഷ വരാമെന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ മറ്റു പ്രായമായ ആർക്കെങ്കിലും സിനിമ കാണാൻ തോന്നിക്കഴിഞ്ഞാൽ അവരെ ഫ്രീ ആയിട്ട് സിനിമ കാണിക്കാൻ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങാൻ പോകണം. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്തിരിക്കുന്നത്. ആ മകനെ പോലെ എല്ലാ അമ്മമാരെ സ്നേഹിക്കുന്ന ഒരു മകൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ അമ്മ എന്തെല്ലാം ചെയ്തിട്ട് ആ മകൻ അത് പക്ഷെ ഞങ്ങൾ അതൊന്നും ചെയ്യണില്ല എങ്കിലും ഞങ്ങൾ വിചാരിക്കുന്നു ചെറിയ കുറ്റങ്ങളെങ്കിലും ക്ഷമിക്കാൻ പറ്റിയ ഒരു മക്കളുണ്ടാകട്ടെ എല്ലാവർക്കും. അതേമാതിരി ഞങ്ങൾ ഞങ്ങളുടെ സായം പ്രഭയിലും പറയാറുണ്ട്, മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എയർപോർട്ടിൽ പോകണം, ഒന്ന് തിരുവനന്തപുരം വരെയും പ്ലെയിനിൽ യാത്ര ചെയ്താൽ കൊള്ളാം. അതായത് നമ്മുടെ ഇപ്പോൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ ക്യാമ്പയിനായിട്ട് പറയുന്നത് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും, കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ മലയാളികളായ അല്ലെങ്കിൽ മലയാള സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രായമുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പോയി സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്, അവരാരും കൊണ്ടുപോകാനില്ല, അങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ അത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അറിയിച്ചാൽ മതി. ഒരു കമൻ്റായിട്ട് ഇട്ടാൽ മതി, ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആളുകൾക്ക് സിനിമ കാണാൻ ആഗ്രഹമുണ്ട്, അവരെ എത്തിക്കാനുള്ള സുമനസ് ആരെങ്കിലും കാണിക്കുവാണെങ്കിൽ തിയേറ്ററിൽ ഏത് തിയേറ്ററിലാണെങ്കിലും കേരളത്തിൽ ഏത് തിയേറ്ററിലാണെങ്കിലും അവർക്ക് സിനിമ ഫ്രീ ആയിട്ട് കാണാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കും. എന്ത് പറഞ്ഞാലും എന്റെ അമ്മ എന്റെ സമാധാനം, എനിക്കുണ്ട് ഇതൊക്കെ. അല്ല, നിവിൻ അങ്ങനെ കഥയായിട്ടല്ല പറഞ്ഞത്. നിവിൻ പറഞ്ഞൊരു പാവം മുത്തശ്ശിയും പിന്നെ കുശുംബിയായ ഒരു മുത്തശ്ശിയും തമ്മിലുണ്ടാവുന്ന ഒരു കോമഡി നല്ല രസമായിരിക്കും. അതായത് ഒരാൾ പാവമായിരിക്കും, ഒരാൾ ഭയങ്കര, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു കോമഡി എന്നാണ് അവൻ പറഞ്ഞത്. അത് റിയൽ ലൈഫ് ഒന്നുമല്ല, അവൻ ചുമ്മാ തോന്നിയൊരു ഐഡിയ ആയിരിക്കണം. ഞാൻ അതിൽ നിന്നാണ് ബിൽഡ് ചെയ്ത് ഈ പക്ക സ്റ്റോറി. അപ്പോൾ അങ്ങനെ ഇതൊരു പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ മുത്തശ്ശിമാരെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർഡ്. പിന്നെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു ഒരു കുശുംബി അമ്മൂമ്മയും ഒരു പാവം അമ്മൂമ്മയാണ് എൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ മറ്റേ കുശുംബി അമ്മൂമ്മ എന്ന് പറയുമ്പോൾ മരിച്ചുപോയി, ഒരു പാവം അമ്മൂമ്മ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ. അങ്ങനെ ഉണ്ടാക്കിയൊരു കഥയാണത്. കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഇരിക്കുന്ന അമ്മൂമ്മമാർ തന്നെ പറയുന്നുണ്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പടം. അതിൽ ഒരു അമ്മൂമ്മ പറയണ്ട, എനിക്ക് ഇതേമാതിരത്തെ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഇതേമാതിരി കുറുമ്പികളൊന്നും അല്ല, പക്ഷെ എല്ലാവരും എൻജോയ് ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറയാൻ എൻ്റെ കണ്ണും നനഞ്ഞു.